റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 2:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴാണ് ചടങ്ങ്? എങ്ങനെയൊക്കെയാണ്? ആരൊക്കെ പങ്കെടുക്കും? ധന്യ, ഇന്ന് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ 2:30 ചടങ്ങുകൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലൊരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇവിടേക്ക് പ്രവേശനമുണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവർക്കാണ് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാകുക. അതോടൊപ്പം തന്നെയാണ് സഭയുടെ ഈ സിനഡിലുണ്ടായിരുന്ന മുഴുവൻ ബിഷപ്പുമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 65ഓളം പേരാണ് സിനഡിൽ ഉണ്ടായിരുന്നത്. അതിൽ മുഴുവൻ ബിഷപ്പുമാരും ഇതിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുരോഹിതർ, സന്യസ്തർ എല്ലാവരും തന്നെയും ഇതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. KCBC അധ്യക്ഷനും KCBC അധ്യക്ഷൻ കൂടിയായ ക്ലിമീസ് കാത്തോലിക്ക ഭാവയും ഇതിൽ പങ്കെടുക്കും. മലങ്കര സഭയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഇതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട വിപുലമായ അതിഥികൾക്ക് മുന്നിൽ ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്ഥാനാരോഹണത്തിന് ശേഷം അവിടെ മൗണ്ടിൽ തന്നെയുള്ള ചാപ്പലിൽ അദ്ദേഹം ദിവ്യബലി അർപ്പിക്കും. മുഖ്യ കാർമ്മികനായിരിക്കും അദ്ദേഹം. എന്തായാലും ഇതിൽ ഈ പുതിയ സ്ഥാനാരോഹണം സംബന്ധിച്ച വലിയ രീതിയിലുള്ള പ്രതീക്ഷകളോടെയാണ് വിശ്വാസ സമൂഹം നോക്കുന്നത്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന തർക്കവിതർക്കങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു പരിഹാരങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പുതിയ അധ്യക്ഷൻ്റെ കടന്നുവരവോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം തന്നെയും ബിഷപ്പ് തന്നെയും ഇതിനോട് പ്രതികരിച്ചത് തർക്കങ്ങളുടെ ഒരു കാലം കഴിയുന്നുവെന്ന് താൻ പ്രതീക്ഷിക്കുകയാണ്. ചർച്ചകൾക്ക് വേണ്ടിയുള്ള വഴികൾ മുന്നിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുർബാന ഏകീകരണം സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന തർക്കത്തെക്കുറിച്ചെല്ലാം തന്നെ പ്രതികരിച്ചത്. ഇതിൽ കുർബാന ഏകീകരണത്തിൽ വലിയ രീതിയിലുള്ള വിമത ശബ്ദം ഉയർത്തുന്ന വൈദികരും വലിയ വിശ്വാസികളുമെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പുതിയ ഇടയനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ഒരുപക്ഷെ പുതിയ സിനഡിൻ്റെ ഒരു സമ്മേളനത്തിന് പുതിയ അജണ്ടകളെല്ലാം തന്നെ തീരുമാനിക്കപ്പെടാം. അതിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഡാനി, ഫാദർ റാഫേൽ തട്ടിലിന് ഇതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും? വിശ്വാസികൾക്കിടയിലാണെങ്കിലും മറ്റ് തീരുമാനങ്ങൾക്കുള്ളിലാണെങ്കിലും ഒക്കെ ഏത് തരത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും? അദ്ദേഹത്തെക്കുറിച്ചുകൂടി. ധന്യ, ഇതിൽ അദ്ദേഹം പൊതുവിൽ തന്നെയും എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദം വിശ്വാസികൾക്കിടയിലും അതോടൊപ്പം തന്നെ സഭയുടെ മറ്റ് ബിഷപ്പുമാർക്കും എല്ലാവർക്കും ഇടയിലും തന്നെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. തികഞ്ഞ എല്ലാവരും ഊഷ്മളമായൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയും ഇത്തരം കാര്യങ്ങളെ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ചില കാര്യങ്ങളിലെല്ലാം തന്നെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. പ്രത്യേകിച്ച് അതൊരു വിശ്വാസത്തിൻ്റെയും കാര്യങ്ങളിലെല്ലാം വരുമ്പോഴും അദ്ദേഹം ആ ഒരു പാതയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതിനൊപ്പം തന്നെയും സിനഡ് ഏൽപ്പിച്ച അല്ലെങ്കിൽ വത്തിക്കാൻ നൽകുന്ന വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വം അത് വിശ്വാസപരമായ ഒരു കാര്യങ്ങൾക്ക് കൂടിയാണ്. അത് നടപ്പാക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് കുർബാന ഏകീകരണം പോലുള്ള ഒരു വിഷയങ്ങളിൽ സഭയുടെ മറ്റ് തലങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് രൂപത അതിരൂപതകളെല്ലാം തന്നെയും അതിനോട് അനുകൂലിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് അതിൽ നിന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കുന്നതും ഭിന്നസ്വരം മുഴക്കുന്നതും അവിടെയാണ്. അവിടെ എല്ലാവിധ വത്തിക്കാൻ്റെ ദൗത്യങ്ങളും പരാജയപ്പെടുന്നതായാണ് നമ്മൾ കണ്ടത്. പല ഇടപെടലുകളുണ്ട്, അതെല്ലാം തന്നെ പരാജയപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഒടുവിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജിവെക്കുന്നതുമെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഫോർമുല എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും തന്നെ ഉണ്ടായി. അപ്പോൾ ഇത്തരം സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കൂടി എത്തുന്നത് എന്നത് വിസ്മരിക്കാൻ പാടില്ല. ഈ ഒരു സാഹചര്യം, ആ ഒരു ദൗത്യം അത് എത്ര കണ്ട് ലഘൂകരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്തായാലും അദ്ദേഹം നൽകുന്ന സൂചനകൾ വലുതാണ്. ചർച്ചകളുടെ ഒരു സമയം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ അത് പറയുന്നു. അതിലൂടെ മാത്രമേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നു എന്നത് ശുഭസൂചകമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട്
ഈ ഇത്തരം ഒരു സമയത്ത് എന്ത് ഫോർമുല എന്നതാണ് ഇനി ആലോചിക്കേണ്ടത്. അത് ഒരുപക്ഷെ സഭാതലങ്ങളിൽ ഇതിനകം തന്നെ അതിനു വേണ്ടിയുള്ളൊരു ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞ് കാണുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം കൂടുതൽ വിപുലമായ ചർച്ചകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയെ പുതിയ പാതയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് പൊതുവിൽ സഭാ നേതൃത്വവും വിശ്വാസ സമൂഹവും പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കും. എങ്ങനെയാണ് ചടങ്ങുകളെക്കുറിച്ച് കൂടി ഇവിടെ വെച്ചാണ് ആരൊക്കെയാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു രീതി? ധന്യ, അതിൽ ഒന്നുകൂടി ചേർക്കേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ ഇവിടെ സഭയുടെ സ്ഥാനിക ദേവാലയമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടി ഭാഗമാവുന്ന സെൻറ്റ് മേരീസ് ബസിലിക്കയിലാണ് സാധാരണ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ ഇത്തവണ അത് ഇപ്പോഴും തന്നെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. തർക്കങ്ങളുടെയും എല്ലാം തന്നെ ഒരു പ്രതിസന്ധി അവിടെയും നിലനിൽക്കുന്നുണ്ട്, നീളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ സഭാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് മൗണ്ട് സെൻറ്റ് തോമസിലായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചടങ്ങുകൾ നടക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അതോടൊപ്പം തന്നെ നിലവിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു അധികാരം നൽകിയിട്ടുള്ള ഇപ്പോൾ അതായത് പകരമായിട്ട് അവിടെ ഉള്ള അപ്പോസ്റ്റലിക് ഡെലിഗേറ്റ് കൂടിയായ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ കടന്നു പോകുക. ഒപ്പം തന്നെയും സിനഡിൻ്റെ ബിഷപ്പുമാർ ഏതാണ്ട് 63ഓളം ബിഷപ്പുമാർ അവിടെയുണ്ട്, 65ഓളം ബിഷപ്പുമാരുണ്ട്. അവരടക്കം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കാർമ്മികങ്ങളിലെല്ലാം തന്നെ പങ്കാളികളാകും. ഒപ്പം പുരോഹിതരും മറ്റ് സന്യസ്തരുമെല്ലാം ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്യും. ക്ഷണിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിനായിരിക്കും അവിടേക്ക് പ്രവേശനം നൽകുക. നന്ദി.